ഇയാളെ കൊണ്ട് വല്ലതും നടക്കോ? ഇയാളെ പറ്റി കേട്ടിട്ടില്ലേ? കേമനാണ്. എന്നെക്കാട്ടിലും കേമൻ എന്റെ അച്ഛനാണ് കേട്ടോ. ആണോ? ആത്മഹത്യ ഒന്നിനും പരിഹാരം അല്ലാതുള്ള ബുക്ക് എഴുതിയത് എന്റെ അച്ഛനാണ്. അത് ശരി. പുള്ളിപ്പ എവിടെയുണ്ട്? 3000 കോപ്പി അടിച്ചെടുത്തു. അതിന് ഒരു കോപ്പി പോലും വിറ്റുപോയില്ലേ. അതിന്റെ വിഷമത്തിൽ അച്ഛൻ ആത്മഹത്യ ചെയ്യണ്ടായി. കർമ്മം തുടങ്ങാം. ഏതാനന്ദം പ്രസ്ത്യാനം. അല്ല, സംശയം. നമ്മൾ ഈ കർമ്മത്തിന് മുമ്പ് ശംഖു ഊതാറില്ലേ? ശംഖു ഊതണം, അതാണ് അതിന്റെ മെയിൻ സംഭവം. കണ്ടില്ല? ഈ ശംഖ് ഇങ്ങനെ എടുത്തിട്ട് സംഭാരം ഇവിടെ ഉണ്ടാക്കിയതാണോ? പുറത്തുനിന്ന് പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ ശംഖ് വിളിക്കണ്ട. എനിക്കൊരു സംശയം. എന്താ? ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോ മണി അടിക്കില്ലേ? മണി അടിക്കും. മണി ഇല്ലേ? അയ്യോ, മണി ഇല്ലേ? മണി ഇവിടെ ഇല്ലേ? ഇവിടെ ഇല്ല. ആവോ, തനിക്ക് എന്താണോ പണി? ഞാൻ പുറത്താണ്. 2 മാസം കൂടുമ്പോഴൊക്കെ വരാറുള്ളൂ. 2 മാസം കൂടുമ്പോ വരാൻ താനെന്താ കറണ്ട് ബില്ലോ? അതല്ല, ഞാൻ തമിഴ്നാട്ടിലാണ് ജോലി ചെയ്യണത്. 2 മാസം കൂടുമ്പോഴേ ഇങ്ങോട്ട് വരാറുള്ളൂ. 2 മാസം കൂടുമ്പോഴാണോ ഇങ്ങോട്ട് വരാറ്? അതെ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചിട്ടേ ഒരു 4 അടി അങ്ങോട്ട് പോയിട്ട് അവിടെ തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. 2 മാസം കൂടുമ്പോഴല്ലേ വരാറ്. അപ്പൊ ഒരു പോക്കുവരവ് ഉണ്ടാവും. മുത്തച്ഛന്റെ ബാധയുടെയാ? അല്ല, എന്റെ. പോക്ക് മാത്രമേ ഉണ്ടാവൂ, വരവ് ഉണ്ടാവൂല. തന്റെ വീട്ടുകാർക്ക്. അതല്ല, എന്നെപ്പ എന്തിനാ പൂടാൻ വേണ്ടി അങ്ങോട്ട് പറഞ്ഞു? ആ ശല്യം അങ്ങോട്ട് ഒഴിവാക്കിയതാ. അല്ല, ബാധ അങ്ങോട്ട് ഒഴിവാക്കിയതാ. അല്ല, സത്യത്തിലേ ഈ ബാധേനെ ആദ്യം ആരാ കണ്ടതാ? ഞാനല്ല, ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ. ഞാൻ കണ്ടിട്ടില്ലേ സത്യമായിട്ട്? അതല്ല, അവളാണ് കണ്ടത്. ഇവരാണോ കണ്ടത്? എപ്പോഴാണ് ബാധേനെ കണ്ടത്? അയ്യോ, ഞാൻ ബാധേനെ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്താ അനുഭവ? കഴിഞ്ഞ ദിവസം എന്റെ അരിയും ചെമ്പില് പൈസ കാണാണ്ടായി. അത് വല്ല കള്ളന്മാരെടുത്ത് പോയതായിരിക്കില്ലേ? കള്ളന്മാരാണ് മുഴുവൻ പൈസ എടുത്തോണ്ടൂല്ലേ? ഇതാകെ 650 രൂപ മാത്രം എടുത്തോളൂ. 650 എടുത്തിട്ടുള്ളൂ? അപ്പൊ ഈ വഴിക്കൊരു 1/2 ലിറ്റർ പോയിട്ടുണ്ട്. ഹലോ, എനിക്ക് ഇവിടെ വന്നപ്പോഴേ മനസ്സിലായി ഇവിടെ ബാധയൊന്നും ഇല്ലടോ. ആവൂ, ഭാഗ്യ. അപ്പൊ തീരുമാനം ഒരു കാര്യം ചെയ്യ്. സമയം കളയണ്ട, വേഗം വിട്ടോ, അടുത്ത പൂജ പിടിക്കാലോ. അപ്പൊ എനിക്കില്ല ദക്ഷിണ. ബാധ ഒഴിപ്പിച്ചല്ലോ, പിന്നെ തന്നെ ദക്ഷിണ? ബാധ ഇല്ലാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ബാധ കണ്ടത് ഇയാളതല്ലേ? അപ്പൊ ഈ കുട്ടിക്ക് ചിത്തഭ്രമത്തിന്റെ തുടക്ക ഇവൾക്കോ? ഒഴിക്കണ്ടേ? അതെന്താ സാധനം? ശരി, മനസ്സിലായില്ലേ? പറഞ്ഞു തരാം. നമ്മൾ പണ്ട് പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ലേ? എന്ത്? 16 വയസ്സുള്ള പാൽക്കാരൻ പയ്യനെ 5 പെമ്പിള്ളാർ ചേർന്ന് പീഡിപ്പിച്ചു കൊന്നു. അതല്ല, ഇടയ്ക്കിടയ്ക്ക് എന്റെ റിലങ്ങനെ കട്ടാവേ, അതുകൊണ്ടൊന്നും തോന്നരുത് കേട്ടോ. 14 വയസ്സുള്ള കുട്ടി 60 വയസ്സുള്ള ആളെ പോലെ സംസാരിക്കുന്നു, ശ്ലോകങ്ങൾ ചൊല്ലുന്നു എന്നൊക്കെ. ഇതിന് ഞങ്ങളുടെ ഭാഷയിൽ അമര വ്യക്തിത്വം, ദ്വന്ദ് വ്യക്തിത്വം, ദ്വന്ദ് വ്യക്തിത്വം എന്നൊക്കെ പറയും. അത് കേൾക്കാൻ നല്ല രസമുണ്ട്. അതൊന്നും കൂടി പറഞ്ഞുതരും. ഇത് പഠിച്ച് നാളെ പരീക്ഷ എഴുതാനൊന്നുമില്ല, ഇപ്പൊ ഉണ്ടാണ്ടിരിക്കുക. അതെ, നിങ്ങളുടെ ഉറക്കത്തിന്റെ ആഴവും നിങ്ങളെപ്പോ ഉണരുന്നുമെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ ഫോണിൽ ഇരുന്നു കൊണ്ട് മെസ്സേജ് അയക്കുകയും അതിൽ വീഡിയോ കോൾ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് ഈ കുട്ടിയെ. അയ്യോ, സത്യമായിട്ട് എനിക്കറിയില്ല. അതൊന്നും ഈ കുട്ടിയുടെ അറിവോട് കൂടിയല്ല കേട്ടോ. ഇത് തന്റെ അറിവോട് കൂടിയാണെന്ന് എനിക്കറിയാം. അല്ല, ഇതിവിടെ എന്തൊക്കെയാ നടക്കണത്? ഇവിടെ ഇപ്പൊ കാര്യമായിട്ട് ഒന്നും നടക്കില്ല, അത് ചുരുക്കം പറയാ. അതിനിപ്പ എങ്ങനെ ഒന്ന് ഒഴിവാക്കാന്ന് പറ. നല്ലൊരു വക്കീലിനെ പോയിട്ട് കാണാ, എന്നിട്ട് കാര്യം പറയാ. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവാൻ പറ്റില്ല, അവരൊരു തീരുമാനം ഉണ്ടാക്കും. ഡൈവോഴ്സ് ചെയ്യാനോ? ഏടോ, എനിക്ക് തന്നെ അറിയാൻ കൊണ്ടും തന്നോടുള്ള ഇഷ്ടം കൊണ്ടും പറയാ. ഇനി ഇതിനൊരു പരിഹാരം ഇല്ല. നിങ്ങൾ ഈ 3 പേരിൽ ഒരാളെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ. ഞങ്ങള് 2 പേരല്ലേ ഉള്ളൂ, എങ്ങനെ 3? ഞാനെന്താ പോക്കെ? എനിക്കുള്ളടോ ജീവിലൊക്കെ കൊതി, അതുകൊണ്ട് പറയാ ഇതിന് പരിഹാരം ഇല്ലാന്ന്. ആരാ പറഞ്ഞ് പരിഹാരം ഇല്ലാന്ന്? അതാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു പാനിപൂരി കഴിച്ചാലോ? പാനിപൂരിയോ? അല്ലല്ല, ഒരു നാരിപൂജ കഴിച്ചാലോ? അതായത് ഈ നാരി കുളിച്ച് ഈറനുടുത്തിട്ട് ആരോടും മിണ്ടാതെ ഉരിയാടാതെ വെളിച്ചും കാറ്റൊന്നും ഇല്ലാത്ത ഒരു റൂമിനകത്ത് പോയിരിക്കുക. അവിടെ നിന്നിട്ട് വേണ്ടേ ഈ ബാധയെ ഒഴിപ്പിച്ചെടുക്കാൻ. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം മാറും. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് മാറുള്ളൂ. അയ്യോ, എന്നാ ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് കുളിച്ച് ഈറനായിട്ട് റൂമിലിരിക്കാം. ആയിക്കോട്ടെ, വന്ന് ഒഴിവാക്കോ? എന്തായാലും ഞാൻ ഒഴിവാക്കിയോളാം. പോയിക്കോളൂട്ടോ. ഒരു വീഡിയോ കിട്ടുമോ? വീഡിയോ? അല്ല, ആ കുട്ടിക്ക് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടി ഉണ്ടാവുമെന്ന്. അവൾക്ക് എന്ത് പേടി? അവളെ എനിക്കല്ലേ പേടി. അതെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാട്ടോ. നിങ്ങൾ ഇവിടെ കണ്ണടച്ചെന്ന് പ്രാർത്ഥിച്ചോളൂ, ഞാൻ ഇതിനെ ഒഴിപ്പിച്ചിട്ട് വരാട്ടോ. അതെ, അവൾക്ക് ഇനിയിപ്പോ ചിലപ്പോ അവിടെ ഇരിക്കാൻ പേടിയുണ്ടെങ്കിൽ. എന്ത് പേടിയിടോ? ഞാൻ അവിടെ ഇല്ലേ, ഒരു പേടിയില്ല. നിങ്ങൾ ഇവിടെ നിന്നിട്ട് തൊഴുതി നിന്നോളൂ കേട്ടോ, പ്രാർത്ഥിച്ചു നിന്നോളൂ. അതെ, എന്താണോ? അല്ലെങ്കിൽ ഞാനും കൂടി വരാം. ഈ വേണ്ടോ അവിടെ ചെന്ന് ഈ നാരിപൂജ മറ്റൊരാൾ കാണാൻ പാടില്ല, കണ്ടാ ഇതിന് വില ഉണ്ടാവില്ല. നിങ്ങൾ ഇവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കാം. അല്ല, അതെ, തനിക്ക് വല്ല കണ്ണുചോരണ്ടോ? അവിടെ ഒരു കുട്ടി നനഞ്ഞിരിക്കുക, ഈ കുട്ടിക്ക് പനി വരും. ഇവിടെ തൊഴുതങ്ങോട്ട് പ്രാർത്ഥിക്കാം.
അല്ല അതെ ഞാൻ ദൂരം കണ്ട വല്ല കുഴപ്പമുണ്ടോ? ഇനി താനാ കുട്ടി ചത്താലേ തനിക്ക് സമാധാനമുള്ളൂ. വേണ്ട. നീ ഇവിടുന്ന് പ്രാർത്ഥിക്കാം. ഇനി മിണ്ടിയ ഇല്ല. അതെ ഈശ്വര, ഇതോടുകൂടി എല്ലാം തീരണേ എന്റെ ദൈവമേ. ഞാൻ അയ്യോ ആഹാ, ഇതിനിടയ്ക്ക് പൂജയും കഴിഞ്ഞ് പ്രസാദം തന്നോണ്ട് വരാ എനിക്കില്ലേ? തിരുമേനി ഇതെന്താ കാണിക്കണ്? അവിടെ ചെന്നിട്ടേ ആ റൂമിൽ കയറിയിട്ട് വാതിൽ അടച്ചിട്ട് ഞാൻ ആ കുട്ടിയോട് പറയണ്ടേ എന്റെ മനസ്സിലെ മന്ത്രങ്ങളൊക്കെ. ആ പറഞ്ഞ വശം തന്നെ ഒരു കിണ്ടി എടുത്ത് ഒരൊറ്റ അടിയാ അടി കിട്ടിയ വശം തന്നെ എന്താണെങ്കിൽ ഉള്ളിൽ വീണിട്ടുണ്ട്. അത് കടിച്ചിട്ട് കിട്ടണില്ല, തുപ്പിയിട്ട് പോണില്ല. നാരി പൂജ എന്തായി? നാരി പൂജ ഇയാളെ നാറിയ പൂജകളും